ഞാൻ ജോസ് തയ്യൽ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സംരംഭം ആരംഭിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസുകൾ നമുക്ക് കരസ്ഥമാക്കേണ്ടതുണ്ട്. ഡിയാൻഡോ ലൈസൻസ് എന്നാണ് ഇപ്പോൾ അതിന് അറിയപ്പെടുക. ഈ ഡിയാൻഡോ ലൈസൻസ് ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുന്നതിന്, ഒരു കച്ചവടം ആരംഭിക്കുന്നതിന് ഈ ഡിയാൻഡോ ലൈസൻസ് എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അറിവാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും കച്ചവടക്കാർക്കും വ്യവസായം തുടങ്ങുന്ന ആൾക്കാർക്കും ഈ ലൈസൻസ് എങ്ങനെ കരസ്ഥമാക്കണമെന്നോ അതിന് എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കുറവ് പലപ്പോഴും അവർക്ക് ആ മേഖലയിൽ അത് കരസ്ഥമാക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലൈസൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഈ ഡിയാൻഡോ ലൈസൻസ് എന്ന് പറയുന്ന ലൈസൻസ് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന കാലത്ത് ആരംഭിച്ച ഒരു ലൈസൻസാണ്. ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ട്രേഡ് ആൻഡ് ഫാക്ടറീസ് എന്നാണ് ഈ ലൈസൻസിൻ്റെ പേര്. ആപത്കരവും അപകടകരവുമായ സാധനങ്ങൾ വിൽക്കുന്നതിന് തരുന്ന ഒരു ലൈസൻസാണ് ഗ്രാമപഞ്ചായത്ത് നമുക്ക് തരുന്ന ഒരു ലൈസൻസാണ് ഡിയാൻഡോ ലൈസൻസ്. ഇതിൻ്റെ പേര് മാറ്റി ട്രേഡേഴ്സ് ലൈസൻസ് എന്നാക്കണമെന്ന് പലപ്പോഴും വ്യാപാര സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും അതിലൊരു മാറ്റം വരുത്താൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2017 സെപ്റ്റംബർ മാസം 31-ാം തീയതി സർക്കുലറിൽ ഇതിൻ്റെ പേരിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് സന്തോഷകരമായ വാർത്തയാണ്. ഫാക്ടറീസ്, ട്രേഡേഴ്സ്, എൻ്റർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് അതർ സർവീസ് എന്ന് പറഞ്ഞ പേരിലേക്ക് ഈ ഡിയാൻഡോ ലൈസൻസിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈസൻസിന് നമ്മൾ പഞ്ചായത്തിൽ ഒരു നിശ്ചിത അപേക്ഷാ ഫോറത്തിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അതിന് തീർപ്പ് കൽപ്പിക്കണം. 15 ദിവസത്തിനുള്ളിൽ അത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പഞ്ചായത്ത് അത് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുകയും 30 ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ നമുക്ക് ലൈസൻസ് തരികയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യാനുള്ള അവകാശം പഞ്ചായത്ത് സെക്രട്ടറിക്കുണ്ട്. അങ്ങനെ നിരാകരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഡീം ലൈസൻസ് ആയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്ക് ലൈസൻസ് നമുക്ക് താൽക്കാലികമായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ സെക്രട്ടറി നമ്മളെ 30 ദിവസത്തിനുള്ള അറിയിച്ച് അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തി കൊടുത്താൽ ലൈസൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് ഈടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഫീസ് 1997 ജൂൺ 27-ാം തീയതി മുതൽ ലൈസൻസ് ഫീസ് കേരളത്തിൽ നിലവിൽ വന്നു. അത് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് ഫീസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ദിവസം നമുക്കുള്ള വിറ്റുവരവ് 500 രൂപയിൽ താഴെയാണെങ്കിൽ, 500 രൂപ വരെ ഉള്ളതെങ്കിൽ നമ്മൾ ആകെ പഞ്ചായത്തിൽ ഒരു കൊല്ലം കൊടുക്കേണ്ട ലൈസൻസ് ഫീസ് 10 രൂപയാണ്. 500 മുതൽ 1000 രൂപ വരെയാണ് നമ്മുടെ ഒരു ദിവസത്തെ വിറ്റുവരവെങ്കിൽ ലൈസൻസ് ഫീസ് 20 രൂപ. 1000 മുതൽ നമുക്ക് 1500 വരെയാണെങ്കിൽ ലൈസൻസ് ഫീസ് 30 രൂപ. 1500 മുതൽ 2500 വരെയാണ് നമ്മുടെ വിറ്റുവരവെങ്കിൽ ലൈസൻസ് ഫീസ് 50 രൂപ. 2500 മുതൽ 5000 വരെയാണ് നമ്മുടെ വിറ്റുവരവെങ്കിൽ ലൈസൻസ് ഫീസ് 1000 രൂപ. അത് 10000 രൂപ വരെ വിറ്റുവരവുള്ളവർക്ക് 200 രൂപയായിട്ട് മാറും. അത് 15000 ആണെങ്കിൽ 300 രൂപയായിട്ട് മാറും. അത് 25000 ആണെങ്കിൽ 500 ആയിട്ട് മാറും. 50000 ആണെങ്കിൽ 1000 ആയിട്ട് മാറും. 1 ലക്ഷം ആണെങ്കിൽ 2000 രൂപ ലൈസൻസ് ഫീസായിട്ട് മാറും. 1 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് എത്രയായെങ്കിലും പരമാവധി ഒരു പഞ്ചായത്തിൽ നമ്മളോട് ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ലൈസൻസ് ഫീസ് 4000 രൂപയാണ്. എന്നാൽ ഈ ഫീസ് കഴിഞ്ഞ ഞാൻ പറഞ്ഞ 2017 പുതിയ ലോ വന്നപ്പോൾ അതിൽ മാറ്റം വരുത്തി സെപ്റ്റംബർ 31 ഈ ലൈസൻസ് ഫീസിനെ വിറ്റുവരവിൻ്റെ മേഖലയിൽ നിന്നും മാറ്റി ആ കച്ചവട പീടികയിൽ എത്ര രൂപയാണ് മൂലധനം ആയിട്ട് നിക്ഷേപിച്ചിരിക്കുന്നത്, മൂലധന ചെലവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഞ്ചായത്തുകൾ ലൈസൻസ് ഫീസ് ഈടാക്കി വരുന്നത്. പഴയ രീതിയിൽ ഈടാക്കുന്ന പഞ്ചായത്തുകളും കേരളത്തിലുണ്ട്. പുതിയ രീതി ഇംപ്ലിമെൻറ്റ് ചെയ്ത പഞ്ചായത്തുകളും ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ രീതിയിലുള്ള താരിഫ് എന്ന് പറഞ്ഞാൽ മൂലധനത്തെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ 5 കാറ്റഗറി ആയിട്ട് കച്ചവടക്കാരെ, വ്യാപാരികളെ തരംതിരിച്ചിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുത് മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയും, അതിന് തൊട്ട് മുകളിൽ മിനി എൻ്റർപ്രൈസ് എന്ന് പറയും, അതിന് തൊട്ട് മുകളിൽ സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയും, അതിൻ്റെ തൊട്ട് മുകളിൽ മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയും. 5ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലാർജ് എൻ്റർപ്രൈസ് എന്ന് പറയും. ഇപ്പോൾ 5 കാറ്റഗറിയിലായിട്ട് തിരിച്ചതിന് ശേഷം ഓരോ കാറ്റഗറിയിലും ഉൽപ്പാദന മേഖലയും സേവന മേഖലയും 2ആയി തരംതിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ കാറ്റഗറിയായ ഏറ്റവും ചെറുകിട കച്ചവടക്കാരുടെ മേഖലയിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും മൈക്രോ എൻ്റർപ്രൈസസ് എന്നാണ് അതിനെ പറയുക. ഈ മൈക്രോ എൻ്റർപ്രൈസസിൽ തന്നെ ഉൽപ്പാദന മേഖലയും സേവന മേഖലയുമുണ്ട്. ഉൽപ്പാദന മേഖലയിൽ അതായത് ഇവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 25 ലക്ഷമാണെങ്കിൽ, കടയിലുള്ള ഷോപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 25 ലക്ഷമാണെങ്കിൽ അവന് കൊടുക്കേണ്ട ലൈസൻസ് ഫീസ് 500 രൂപ വരെയാണ്. പരമാവധി 500 രൂപ വരെ. സേവന മേഖലയിലാണെങ്കിൽ അത് 10 ലക്ഷം രൂപ വരെ കടയിൽ മൂലധന ചെലവുണ്ടെങ്കിൽ 500 രൂപ ഫീസ് കൊടുക്കണം. അത് ഈ രീതിയിൽ 2ആയി തരംതിരിച്ചിരിക്കുകയാണ്. ഇനി മിനി എൻ്റർപ്രൈസർഷിപ്പിലേക്കാണ് കിടക്കുന്നതെങ്കിൽ അവിടെ ഉൽപ്പാദന മേഖലയിൽ 1 കോടി രൂപയും സേവന മേഖലയിൽ 50 ലക്ഷം രൂപയും അവരുടെ ഫീസ് 1000 രൂപയാണ്. 3ാമത്തെ കാറ്റഗറി സ്മോൾ എൻ്റർപ്രൈസസിലാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത് 5 കോടി രൂപ വരെ ഉൽപ്പാദന മേഖലയിലും സേവന മേഖലയിൽ 2 കോടി രൂപ വരെയും അതിൻ്റെ ലൈസൻസ് ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്.
നാലാമത്തെ മേഖല എന്ന് പറയുന്നത് മീഡിയം എൻ്റർപ്രൈസർഷിപ്പിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ 10 കോടി രൂപ വരെ മൂലധനമുള്ള സ്ഥാപനങ്ങളെ ഉൽപ്പാദന മേഖലയിൽപ്പെടുത്തി സേവന മേഖലയിൽ 5 കോടി രൂപ വരെ അവരുടെ ലൈസൻസ് ഫീസ് വർഷത്തിൽ 10,000 രൂപയാണ്. അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ലാർജ് എൻ്റർപ്രൈനർഷിപ്പാണ്. അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ മേഖലയിൽ 10 കോടിക്ക് മുകളിൽ എത്ര വരുന്നോ അവരെല്ലാം ലാർജ് എൻ്റർപ്രൈനർഷിപ്പിൽ പെടും. സേവന മേഖലയിൽ 5 കോടിക്ക് മുകളിൽ വരുന്നവരെല്ലാം ആ കാറ്റഗറിയിൽ പെടും. അവർക്കുള്ള ലൈസൻസ് ഫീസ് ഒരു വർഷം 15,000 ഇപ്പോൾ ഒരു വലിയ ലൈസൻസ് ഫീസാണ് കേരള ഗവൺമെൻറ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇത് പരമാവധി വാങ്ങാവുന്ന തുകയാണ്. അതിൽ എത്ര വേണമെങ്കിലും കുറയ്ക്കാനുള്ള പെർമിഷൻ അതായത് പഞ്ചായത്ത് ബോർഡിനും അവിടുത്തെ സെക്രട്ടറിക്കും ഉണ്ട്. അപ്പോൾ പല ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവിടെ തന്നെ അതിനെ പലതായി തരംതിരിച്ചു. ഒന്നാമത്തെ നമുക്കറിയാം ഏറ്റവും പെട്ടെന്ന് കൂടുതൽ ബാധിക്കുക ചെറുകിട കച്ചവടക്കാരെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ചില ഗ്രാമപഞ്ചായത്തുകളിൽ ഈ സേവന മേഖലയിൽ 10 ലക്ഷം രൂപ വരെ 500 രൂപ ഫീസാണെങ്കിൽ അവർ അതിനെ വീണ്ടും ഒരു 5 കാറ്റഗറി ആയിട്ട് തിരിച്ചു. അതായത് 10 ലക്ഷം രൂപ വരെ എന്നുള്ളത് 2 ലക്ഷം രൂപ വരെ 100 രൂപ, 4 ലക്ഷം രൂപ വരെ 200 രൂപ, 6 ലക്ഷം വരെ 300 രൂപ, 8 ലക്ഷം വരെ 400, 10 ലക്ഷമാണെങ്കിൽ 500. ഇങ്ങനെ വീണ്ടും ഒരു 5 കാറ്റഗറി ആയിട്ട് ചില പഞ്ചായത്തുകൾ ബോർഡ് കൂടി തിരിച്ചിട്ടുണ്ട്. അത് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഈ മാറ്റങ്ങൾ വരുത്താനുള്ള അവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പുതിയതായിട്ട് വന്ന താരിഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാനാകണം. ഈ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി ഫീസ് അടയ്ക്കണം. ലൈസൻസ് ഫീസ് എത്രയാണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ തൊഴിൽ നികുതി വരിക. തൊഴിൽ നികുതിയെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ ഫെബ്രുവരി 29 പുതുക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണ്. അത് പുതുക്കണമെങ്കിൽ നിങ്ങൾ ഒരു മാസം മുന്നിൽ തന്നെ അതിനുള്ള ആപ്ലിക്കേഷൻ റെഡിയാക്കി ജനുവരി ലാസ്റ്റ് വീക്കിലോ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലോ പഞ്ചായത്തിൽ ഇത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പുതുക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങളൊരു സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അത് ചില പഞ്ചായത്തുകൾ നിർബന്ധം പറയുന്നുണ്ട്, ചില പഞ്ചായത്തുകൾ അതില്ല. പക്ഷേ പലരും കോടതിയിൽ പോയി ഓർഡറുണ്ട്. ഈ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ലൈസൻസ് കൊടുത്തിരിക്കണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. ഏതായാലും സാനിറ്റേഷൻ നമ്മുടെയും കൂടെ ആവശ്യമാണ്. വേണ്ടവർ അത് എടുക്കുക. ചില വ്യാപാര സ്ഥാപനങ്ങൾക്ക് മാത്രം മതി സാനിറ്റേഷൻ എന്ന് ചില പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ പഞ്ചായത്തിൻ്റെയും വ്യത്യസ്തമായ രീതിയിൽ അതിന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് കൊടുത്ത് ഫെബ്രുവരി 28 മുമ്പ് പഞ്ചായത്തിൽ ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം, പുതുക്കാനുള്ള സംവിധാനം ഓരോ വ്യാപാരിയും ഓരോ വ്യവസായിയും ചെയ്യണം. ഫൈൻ ഒരിക്കലും കൊടുത്ത് നമ്മൾ ലൈസൻസുകൾ പുതുക്കരുത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ചെറിയ അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഇത്രയും നേരം ശ്രമിച്ചതിന് പ്രത്യേകം നന്ദി.